പഴയകാല പ്രണയങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം തന്നെ വിവാഹമായിരുന്നു. പണ്ട് രണ്ട് വ്യക്തികൾ തമ്മിൽ പ്രണയിക്കുമ്പോൾ അതൊരു വിവാഹത്തിലേക്ക് എത്തുന്നതിന് മുൻപായാലും വിവാഹശേഷമായാലും എല്ലാ പ്രതിബന്ധങ്ങളും തരണം ചെയ്യാനുള്ള ഒരു സഹിഷ്ണുതാ മനോഭാവം അവർക്കുണ്ടായിരുന്നു. അതുപോലെ അന്നത്തെ കൺസെപ്റ്റ് തന്നെ വളരെ സന്തോഷകരമായി കുട്ടികളുമൊക്കെ ഒത്തുള്ള ദീർഘകാലമായ ഒരു ജീവിതമായിരുന്നു. എന്നാൽ ഇന്ന് കാലം മാറി. ഇന്നത്തെ കുട്ടികളുടെ വിവാഹത്തെ പറ്റിയുള്ള കൺസെപ്റ്റ് തന്നെ മാറിയിട്ടുണ്ട്. അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിൽ അവരുടെ മനസ്സിൻ്റെ സമാധാനം, സന്തോഷം, അവരുടെ കരിയറിൻ്റെ ഡെവലപ്മെൻറ്റ്, ഇതിനെല്ലാം തുല്യ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇന്ന് പ്രണയം സുലഭമാണ്. പക്ഷേ അത് ഒരു വിവാഹത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് അവർ റീതിങ്ക് ചെയ്യുന്നു. തൻ്റെ പങ്കാളി നിൽക്കുന്ന തലം, അതായത് ശാരീരികവും മാനസികവും വൈകാരികവുമായ ഒരു തലം, അത് താനുമായി സ്യൂട്ടാകുന്നുണ്ടോ എന്ന് അവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് പല പ്രണയബന്ധങ്ങളും ഒരു വിവാഹത്തിലേക്ക് എത്തുന്നതിന് തടസ്സമാകുന്നു. ബ്രേക്കപ്പുകൾ ഉണ്ടാകുന്നു. പരസ്പരം മനസ്സിലാക്കാതെയുള്ള നൈമിഷിക പ്രണയങ്ങൾ, അത് വിവാഹത്തിലേക്ക് എത്തുമ്പോഴുണ്ടാകുന്ന സ്വരച്ചേർച്ചയില്ലായ്മയും പരസ്പര വിശ്വാസമില്ലായ്മയും ഒക്കെ കൂടുതലും ഡിവോഴ്സ് റേറ്റ് കൂടാൻ സാഹചര്യമൊരുക്കുന്നു. ഒരു പ്രണയത്തകർച്ച ഉണ്ടാകുമ്പോൾ ഉപേക്ഷിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഈ ബ്രേക്കപ്പിന് മുൻകൈ എടുക്കുന്ന വ്യക്തി പെട്ടെന്ന് സർവൈവ് ആകുന്നു. എന്നാൽ ഉപേക്ഷിക്കപ്പെടുന്ന വ്യക്തി കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നു ജീവിതത്തിൽ. ഈ ഒരു സ്റ്റേജിൽ തലച്ചോറിനുണ്ടാകുന്ന രാസമാറ്റമാണ് ഇതിൻ്റെ പിന്നിൽ. ഒരു മയക്കുമരുന്ന് ഉപയോഗം പെട്ടെന്ന് നിർത്തുന്നതിന് സമാനമായ ഒരവസ്ഥയാവും ഇത് ബ്രെയിനിൽ ഉണ്ടാക്കുക. ഈ ഒരു അവസ്ഥയിൽ ഡോപാമിൻ്റെ അളവ് വളരെ കുറയുന്നു. അതായത് നമ്മൾ പ്രണയിച്ച് നടക്കുമ്പോൾ സന്തോഷം തരുന്ന ഹോർമോണായ ഡോപാമിൻ ധാരാളം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. എന്നാൽ ഒരു ബ്രേക്കപ്പ് ആകുമ്പോൾ ഇതെല്ലാം നിഷേധിക്കപ്പെടുകയാണ്. അതായത് തമ്മിൽ കാണുന്നതും സാമീപ്യവും സംസാരവും എല്ലാം നിഷേധിക്കപ്പെടുന്ന ഒരവസ്ഥയിൽ ഡോപാമിൻ ലെവൽ എത്ര ഹൈപ്പിൽ നിന്നോ അതിൽ നിന്നൊക്കെ താഴേക്ക് വന്നിട്ട് 0 ലെവലിലേക്ക് എത്തുന്നു. ഇത് അമിതമായ വിഷാദത്തിനും തൻ്റെ പങ്കാളിയെ വീണ്ടും കാണണമെന്നുള്ള അമിതമായ ആഗ്രഹത്തിനും കാരണമാകുന്നു. ഈ ഡോപാമിൻ ലെവൽ കുറയുന്നതോടൊപ്പം സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിൻ്റെ അളവ് ക്രമാതീതമായി ഉയരുന്നു. ഇത് ഉറക്കമില്ലായ്മയ്ക്കും ഭയം, ഉത്കണ്ഠ, അതുപോലെ ശാരീരിക അസ്വസ്ഥതകൾ എന്നിവയ്ക്കും കാരണമാകുന്നു. ഈ ഒരു അവസ്ഥയിൽ ബ്രെയിനിലെ ഇൻസുല, അതുപോലെ ആൻറ്റീരിയർ സിംഗുലേറ്റ് കോർട്ടെക്സ് ACC എന്നീ ഭാഗങ്ങൾ ഈ പ്രണയനഷ്ടത്തെ ശരീരത്തിലെ ഒരു വേദനയായി തോന്നിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഈ ബ്രേക്കപ്പ് വരുമ്പോൾ ഹൃദയവേദന ഉണ്ടാകുന്നത്. മറ്റൊരു സിംറ്റം അമിതമായി വരുന്ന നെഗറ്റീവ് ചിന്തകളാണ്. തൻ്റെ പങ്കാളി ഇപ്പോൾ എവിടെയായിരിക്കും, എന്ത് ചെയ്യായിരിക്കും, മറ്റാരെങ്കിലുമായിട്ട് റിലേഷനിലായിട്ടുണ്ടോ എന്നൊക്കെയുള്ള ഒരു അമിതമായ ചിന്ത വല്ലാത്തൊരു ഭ്രാന്തമായ അവസ്ഥയിലേക്ക് എത്തിക്കുന്നു. ഈ അവസ്ഥയിൽ കൗൺസിലിങ്ങിന് വന്ന ഒരു കുട്ടിയുടെ അനുഭവമാണ്. അതായത് അദ്ദേഹത്തിൻ്റെ കാമുകി മറ്റൊരു വ്യക്തിയുമായി ബന്ധത്തിലുമാണ് ഈ നിലവിലെന്ന് ഒരു സംശയം. അപ്പോൾ എന്താണ് അതിന് തെളിവെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യം, ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് ഞാൻ ശ്രദ്ധിക്കുമ്പോൾ ഓൺലൈൻ കയറാറുള്ളത്. അതുപോലെ തന്നെ ഓൺലൈനിൽ നിന്ന് ഇറങ്ങുന്നതും ഒരുമിച്ചാണ്. അതുപോലെ ഞങ്ങളുടെ കുറേ കോമൺ ഫ്രണ്ട്സ് ഉണ്ട്. ആ ഫ്രണ്ട്സുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോഴും ഇങ്ങനെ ഒരു ബന്ധം ഈ കുട്ടിക്ക് ഉള്ളതായിട്ട് സംശയമുണ്ടെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിലായാലും ഒക്കെ പങ്കാളിയുടെ പിറകെ ചേസ് ചെയ്തു പോകുന്നത് വളരെ അപകടകരമായൊരു രീതിയാണ്. പൂർണ്ണമായ തോതിൽ ഈ വേദന അനുഭവിച്ച് തന്നെ തീർക്കുന്നതാണ് നല്ലത്. ഇതിന് പല രീതികളും നമുക്ക് അവലംബിക്കാം. അതായത് നമ്മുടെ മനസ്സിലുള്ള ആ വേദന അത് പേപ്പറിലേക്ക് പകർത്തിയിട്ട് കീറിക്കളയാം. തൻ്റെ ആത്മാർത്ഥ സുഹൃത്തുമായി ഈ വേദന പങ്കുവയ്ക്കാം. മുറി അടച്ചിട്ട് നന്നായി പൊട്ടിക്കരയാം. ഇങ്ങനെ ചെയ്ത് നമുക്ക് മനസ്സ് ശാന്തമാക്കാം. ഈ വ്യക്തിയുമായിട്ടുള്ള എല്ലാ കോണ്ടാക്റ്റും അവസാനിപ്പിക്കുക. ഈ വ്യക്തിയുടെ ഓർമ്മകൾ തരുന്ന എല്ലാ സമ്മാനങ്ങളും ഫോട്ടോകളും മറ്റും മാറ്റിവെക്കുക. അതുപോലെ സ്വയം സ്നേഹിക്കുക. ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. പഴയ സ്കൂൾ, കോളേജ് തലത്തിലുള്ള സുഹൃത്തുക്കളുമായിട്ടൊക്കെ ബന്ധം സ്ഥാപിക്കുകയും ഒരു ട്രിപ്പ് പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു മാനസികാവസ്ഥയെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പ്രണയത്തിൻ്റെ ബ്രേക്കപ്പ് അത് ജീവിതത്തിൻ്റെ ബ്രേക്കപ്പായി കാണരുത് ഒരിക്കലും. ഈ സമയവും കടന്നു പോകും. ഇനിയും നല്ല നാളുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് വിശ്വസിക്കുക. ഈ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.